ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ട് വെച്ചിട്ടുള്ള ഒരു ചട്നി പൗഡറാണ്. അപ്പോൾ ദോശ ഇഡ്ഡലിയോട് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പീനട്ട് ചട്നി പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി കഴിഞ്ഞ് മീൻഡത്തിലോട്ട് കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കാണുന്നെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ തൊലിയുടെ കളർ ഇതും ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊലിയെല്ലാം ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ടിടാം. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി എടുക്കാം. ഇനി ഗ്യാസിലൊരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അതിലോട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ കറിവേപ്പില നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇനി ഇതിലൊരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിൽ കുറച്ച് കായം പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ട് ആറിക്കഴിയുമ്പോൾ മിക്സഡ് ജാറി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ചട്നി പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. അപ്പോൾ ഒത്തിരി പൊടിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.